ഹലോ ഗൈസ്, ഞങ്ങളിന്ന് യൂണോ ഫ്ലിപ്പാണ് കളിക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹലോ ഗൈസ്, ഇങ്ങനെയാണ് നമ്മൾ യൂണോ കാർഡിൻ്റെ ഡെക്ക് കിട്ടുന്നത്. ആദ്യം നമ്മൾ ഇതിനെയൊക്കെ തിരിച്ച് കാണിക്കാം. അപ്പോൾ ഹലോ ഗൈസ്, ഇതാണ് യൂണോയിലെ സ്പെഷ്യൽ കാർഡ്സ്. ഗൈസ് ഓരോന്നും ഞാൻ പറഞ്ഞു തരാം. ഗൈസ് ഇതാണ് +1 കാർഡ്, ഇതാണ് റിവേഴ്സ് കാർഡ്, ഇത് ഫ്ലിപ്പ് കാർഡ്, ഇത് സ്കിപ്പ് കാർഡ്, ഇത് കളർ ചേഞ്ച്, ഇത് കളർ ചേഞ്ച് +2, ഇത് സ്കിപ്പ് ഓൾ കാർഡ്, റിവേഴ്സ് കാർഡ്, ഫ്ലിപ്പ് കാർഡ്. ഗൈസ് ഈ താഴെയുള്ളത് യൂണോ ഫ്ലിപ്പും ഉയരമുള്ളത് യൂണോ ആണ്. ഗൈസ് ഇതിനെ ലൈറ്റ് സൈഡ് എന്നും ഇതിനെ ഡാർക്ക് സൈഡ് എന്നുമാണ് പറയുന്നത്. ഇത് +5 കാർഡാണ്. ഇത് കളർ ചേഞ്ച് പ്ലസ് ടേക്ക് ഫ്രം ദി ഡെക്ക് കാർഡാണ്. ഗൈസ് ഇത് ഡാർക്ക് സൈഡിലെ കളർ ചേഞ്ച് കാർഡാണ്. ഗൈസ് ഈ കളി എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയണമെങ്കിൽ ഈ കളി ഒരിക്കൽ കളിച്ച് കാണിച്ച് തരുന്നതായിരിക്കും. ഗൈസ് ഈ കളി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഗൈസ് അങ്ങനെ നമ്മൾ 2 കുട്ടന്മാരിവിടെ ഉണ്ട്, അവരാണ് കളിക്കുന്നത്. അവരാണെങ്കിൽ നല്ല ടീം സ്പിരിറ്റ് കളിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കളി കാണാം. ആദ്യമായി തന്നെ നമുക്ക് ഈ ഡെക്കൊന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ ഡെക്ക് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് 2 പേർക്കും ആയിട്ട് കൊടുക്കാം. ഒരാൾക്ക് 7 കാർഡായിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ നമ്മൾ 2 പേർക്കും കൊടുക്കുകയാണ്. ആദ്യം തന്നെ ഇവിടെ 1 1 2 2 3 3. ഗൈസ് അപ്പം നമ്മൾ 2 പേർക്കും ഡെക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഗൈസ് അപ്പോൾ നമ്മൾ കളി തുടങ്ങാൻ വേണ്ടി നമ്മുടെ ഡെക്കിലൊന്ന് ആദ്യത്തെ കാർഡ് നമ്മൾ എടുത്ത് വെക്കുന്നതായിരുന്നു. എടുത്ത് വെച്ചോ ഗൈസ്. അപ്പോൾ ആദ്യം വന്നിരിക്കുന്നത് സ്കിപ്പ് കാർഡാണ്. ആരാണ് ആദ്യം കളിക്കുന്നത്? അപ്പോൾ അനുവിൻ്റെ ഇത് സ്കിപ്പായിരിക്കുകയാണ്. അപ്പോൾ അല്ലു ആദ്യം മഞ്ഞ കാർഡ് ഇടുന്നതായിരിക്കും. ഗൈസ് അപ്പോൾ +1 കാർഡ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാർഡ് എന്ന് വെച്ചാൽ ഇപ്പം ഇവൻ +1 കാർഡ് ഇട്ട് കഴിഞ്ഞാൽ ഇതാ എവിടെ ഇട്ടിരിക്കുന്ന ഇവന് ഒരു കാർഡ് ഈ ഡെക്കിലൊന്ന് കൊടുക്കുകയും ആ കാർഡ് കൊടുത്തോണ്ട് ഇവൻ്റെ അവസരം സ്കിപ്പാവുകയാണ്. അപ്പോൾ നമുക്കിതിലൊന്ന് അവനൊരു കാർഡ് കൊടുക്കാം. ഗൈസ് ഈ കളിയിൽ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ സാധാരണ കാർഡിലെല്ലാം ഏറ്റവും കൂടുതൽ കാർഡ് ഉള്ളവരാണ് ജയിക്കുന്നത്. പക്ഷേ ഈ കളിയിൽ ഏറ്റവും ആദ്യം ആരുടെ കയ്യിലാണോ കാർഡ് കഴിയുന്നത് അവരാണ് ജയിക്കുന്നത്. അപ്പോൾ നമുക്ക് കളി തുടരാം. അങ്ങനെ അനുവിൻ്റെ ഇത് സ്കിപ്പായിരിക്കുകയാണ്. അപ്പോൾ അടുത്ത് അല്ലുവാണ് ഇടേണ്ടത്. ഗൈസ് അപ്പോൾ അല്ലുവിന് യെല്ലോ ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അവൻ്റെ ഈ +1 കാർഡ് ഉണ്ടോ എന്ന് നോക്കണം. +1 കാർഡ് ഇല്ല ഗൈസ്. അപ്പോൾ ഞാൻ ഇതിലൊന്നൊരു കാർഡ് കൊടുത്തപ്പോൾ അവന് +1 കാർഡ് കിട്ടി. അങ്ങനെ അവൻ അതിട്ടു. അപ്പോൾ ഈ നമ്മൾ വീണ്ടും ഒരു കാർഡ് അനുവിന് കൊടുക്കുകയാണ്. ഗൈസ് അപ്പോൾ അടുത്ത് വീണ്ടും അല്ലുവാണ് ഇടേണ്ടത്. അവൻ്റെ അവൻ അല്ലെങ്കിൽ ഇപ്പം നീല കാർഡ് ഇടണം, അല്ലെങ്കിൽ കളർ ചേഞ്ച് കാർഡ് ഇടണം, അല്ലെങ്കിൽ അവന് ഫ്ലിപ്പ് കാർഡും ഉണ്ട്. ഏത് കാർഡ് വേണമെങ്കിലും ഇടാം. ഗൈസ് അടുത്ത് കളിക്കേണ്ടത് അനുവാണ്. അനുവിന് ഇപ്പോഴാണ് ഒരു ആശ്വാസം കിട്ടിയിരിക്കുന്നത്. ഗൈസ് അനു ഇട്ടിരിക്കുന്നു ഒരു +1 കാർഡ്. അങ്ങനെ അല്ലുവിന് പോയിരിക്കുന്ന ഒരു സ്കിപ്പ് കാർഡ്. ഗൈസ് എങ്ങനെ ഒരു റിവേഴ്സ് കാർഡാണ്. ഗൈസ് ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കളി പോകുന്നത് ക്ലോക്ക് വൈസിലാണ്. ഈ കാർഡ് ഇട്ട് കഴിഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസിലായിരിക്കും കളി പോകുന്നത്. അപ്പോൾ വീണ്ടും അനുവാണ് ഇടേണ്ടത്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഫ്ലിപ്പ് കാർഡ്. അതായത് നമ്മൾ ഈ ഡെക്കിനെ ഫുള്ളായിട്ട് അങ്ങ് തിരിക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഇട്ട കാർഡ് ഈ ഫ്ലിപ്പ് കാർഡ് അങ്ങനെ തിരിക്കുക. എന്നിട്ട് ഈ കാർഡ് നമ്മൾ ഈ കയ്യിലുള്ള ഈ ഡെക്കിൻ്റെ ഏറ്റവും അടിയിലായിട്ട് അങ്ങ് വയ്ക്കുക. ഗൈസ് അപ്പോൾ ഇനി നമ്മൾ കളി പോകുന്നത് ഈ ഡാർക്ക് സൈഡിലാണ്. അപ്പോൾ നമുക്ക് ഈ കളിയിൽ ഈ വയലറ്റ് കളറാണ് കിട്ടിയിരിക്കുന്നത്.
അപ്പോൾ നേരത്തെ ഇതിട്ടത് അനുവാണ്. അപ്പോൾ അടുത്തിടേണ്ടത് അല്ലു ആണ്. ഗൈസ് വീണ്ടും അല്ലു ഇട്ടിരിക്കുന്ന ഒരു ഫ്ലിപ്കാർഡ്. അങ്ങനെ നമുക്ക് വീണ്ടും നമ്മുടെ ഡെക്ക് തിരിക്കുക. നേരത്തെ ഇതാണ് ഇട്ടത്, അപ്പോൾ അത് നയനാണ്. കാരണം ഈ അടിയിൽ വര വരുന്നെങ്കിൽ നയനും ഒരടി വരുന്നെങ്കിൽ 6 ആണ് ഗൈസ്. അപ്പോൾ ഈ നേരത്തെ ഉണ്ടായിരുന്ന ഇത് നമുക്ക് ഈ ഡെക്കിൻ്റെ അടിയിലോട്ട് അങ്ങ് വയ്ക്കാം. അടുത്ത് കളിക്കേണ്ടത് അനുവാണ് ഗൈസ്. അനു വീണ്ടും ഒരു 9 ഇട്ടിരിക്കുന്നു. അടുത്ത് അല്ലുവാണ് കളിക്കേണ്ടത്. ഗൈസ് അങ്ങനെ അനുവിൻ്റെ ഇത് സ്കിപ്പായിരിക്കുകയാണ്. അടുത്ത് വീണ്ടും അല്ലുവാണ് കളിക്കേണ്ടത്. ഗൈസ് അങ്ങനെ അല്ലുവിൻ്റെ ഇപ്പോൾ 2 കാർഡേ ഉള്ളൂ. അങ്ങനെ അനുവിൻ്റെ 4 കാർഡുണ്ട്. ഇപ്പം അല്ലു ഈ ഒരു നീല കാർഡ് ഇട്ടിട്ട് യൂണോ ഫ്ലിപ്പ് വിളിച്ചു കഴിഞ്ഞാൽ അവൻ കളി ജയിക്കുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ബാക്കിയുള്ള കാർഡിൻ്റെ ക്വാളിറ്റീസ് കാണിക്കാൻ വേണ്ടി അല്ലുവിന് നമ്മൾ ഒരു കാർഡും കൂടി കൊടുക്കുന്നതാണ്. ഗൈസ് അങ്ങനെ അല്ലുവിന് ഒന്നും കൂടി കൊടുത്തിരിക്കുകയാണ്. ഗൈസ് അങ്ങനെ അല്ലു അടുത്ത് കളർ ചേഞ്ച് കാർഡാണ് ഇടാൻ പോകുന്നത്. ഗൈസ് ഈ കാർഡെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ബ്ലൂ ആണ് പൊയ്ക്കൊണ്ടിരുന്നത്. അവൻ്റെ ബ്ലൂ ഇല്ലാത്തത് കൊണ്ട് നമ്മളടുത്ത് കളർ ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ അവൻ വിഷ് ചെയ്യുക അവന് ഏത് കളർ വേണമെന്ന്. ഗൈസ് അവൻ കളർ ചേഞ്ച് ടു റെഡാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗൈസ് അനുവിൻ്റെ അത് ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലുവിൻ്റെ 2 റെഡാണുള്ളത്. അപ്പോൾ അനുവിൻ്റെ റെഡ് ഇല്ല. അപ്പോൾ കാരണം അവൻ്റെ കളർ ഷിഫ്റ്റ് ഉണ്ട്. കളർ ചേഞ്ച് +2 കാർഡാണ്. അപ്പോൾ അത് ഇട്ടിരിക്കുന്നു ഗൈസ്. അങ്ങനെ അവൻ ഇട്ടിരിക്കുന്നു. അപ്പോൾ അവൻ കളർ ചേഞ്ച് പറയുന്നതായിരിക്കും ഗൈസ്. കാരണം ഇത് കളർ ചേഞ്ചും +2 കാർഡാണ്. അപ്പോൾ ഗൈസ് അല്ലു ഇപ്പോൾ അടിച്ചിരിക്കുന്ന ഒരു ഭൂലോക ചളിയാണ്. അതുകൊണ്ട് അവനൊരു കയ്യടി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു ലൈക്കും കൂടി. പിന്നെ ഓക്കെ അനു കളർ ചേഞ്ച് വീണ്ടും മാറ്റിയിരിക്കുകയാണ് ബ്ലൂ. ഗൈസ് ഇതൊരു +2 കാർഡും കൂടിയാണ്. അതുകൊണ്ട് ഈ 2 കാർഡ് അവനങ്ങ് കൊടുക്കുകയാണ്. ബ്ലൂ കേട്ടോ ഗൈസ്. അനുവിൻ്റെ ബ്ലൂ ഇല്ല. അതുകൊണ്ട് നമ്മൾ അവന് വീണ്ടും ഒരു കാർഡ് കൊടുക്കുകയാണ് ഗൈസ്. അടുത്ത് അല്ലുവാണ് ഇടേണ്ടത്. ഗൈസ് അവൻ 4 ഇട്ടിരിക്കുന്നു. അനുവിൻ്റെ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ വീണ്ടും അവനൊരു കാർഡ് കൊടുക്കുകയാണ്. 1 അല്ല 2. എന്തരി 2 1 തന്നെ. ഓക്കെ ഗൈസ് അടുത്ത് കേട്ടോ നീ ഗൈസ് അല്ലുവിൻ്റെ 2 റെഡാണ്. അടുത്തിടേണ്ടത് അനുവാണ്. ഗൈസ് അവൻ +1 ഇട്ടിരിക്കുന്നു. അപ്പോൾ അല്ലുവിന് ഒരു കാർഡ് പോകും. അവൻ്റെ ചാൻസ് മിസ്സാവുന്നതായിരിക്കും. അങ്ങനെ അനുവിനും ഒന്ന് പോയിരിക്കുകയാണ് ഗൈസ്. കളി വീണ്ടും ക്ലോക്ക് വൈസിൽ പോവുകയാണ്. അപ്പോൾ ഗൈസ് വീണ്ടും അനുവാണ് ഇടേണ്ടത്. ഗൈസ് അങ്ങനെ അനു ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത് വീണ്ടും അനുവാണ് ഇടേണ്ടത്. ഗൈസ് അവൻ്റെ അതില്ല. എന്തൊരു നിരാശകരമായ കാര്യം. ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ബോറടിക്കുന്നുണ്ടെങ്കിൽ ദയവായി വീഡിയോ സ്കിപ്പ് ചെയ്യുക. കാരണം കാർഡിൻ്റെ എല്ലാം കാണിച്ചു തന്നിരിക്കുന്നു. ഇനി ഒരു ഫ്ലിപ്കാർട്ട് ആരെങ്കിലും ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റീസ് കാണിക്കാൻ പറ്റൂ. ഗൈസ് ക്വാളിറ്റീസ് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ യൂണോ ഫ്ലിപ്പ് ഇടാൻ പോവുകയാണ്. ഗൈസ് അല്ലുത യൂണോ ഫ്ലിപ്പ് ഇട്ടിരിക്കുന്നു. ഗൈസ് ലാസ്റ്റ് ഇട്ട് കാർഡ് നമ്മൾ തിരിക്കും. എന്നിട്ട് ഈ കാർഡ്സ് എല്ലാം നമ്മൾ അതിൻ്റെ അടിയിലോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. ഈ കാർഡെല്ലാം കളക്ട് ചെയ്ത് നേരത്തെ ഉണ്ടായിരുന്ന ഡെക്കിൻ്റെ അടിയിൽ വെക്കണം. അല്ലെങ്കിൽ കളി തീരാൻ വേണ്ടി ഇതൊക്കെ മാറ്റി വച്ചിരിക്കുന്നു. അപ്പോൾ ഗൈസ് ഇനി ഇത് 6 ആണ് ഇട്ടിരിക്കുന്നത്. ഈ കളറിനി ആർക്കെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ നമ്മളെ ഡെക്കും കൂടി തിരിക്കണം. ഇനി ഈ കളർ ആദ്യമുള്ളവർ എടുക്കുന്നതായിരിക്കും. ഗൈസ് 2 പേരെ കാർഡ്സ് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഗൈസ് അല്ലുവിന് സ്വാഹയാണ്. പക്ഷെ അനുവിന് ഗുഡ് ലക്കാണ്. ഗൈസ് അല്ലു എത്തി നോക്കിയിരിക്കുന്നു. ഗൈസ് 8 ഇട്ടിരിക്കുന്നു. ഗൈസ് അനുവിന് അതില്ല. അതുകൊണ്ട് ഗൈസ് അനുവിന് ഒരു കാർഡ് കിട്ടിയിരിക്കുന്നു. പക്ഷെ അവന് ഇപ്പോൾ നിരാശവശാൽ അത് ഇടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അല്ലു അടുത്ത് വീണ്ടും ഇടുന്നു. ഗൈസ് അല്ലുവിനും അനുവിനും
നല്ല 2 കാർഡുകൾ കിട്ടിയിരിക്കുന്നു. അടുത്ത് അനുവിന് ഏത് കാർഡ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഒന്നല്ലെങ്കിൽ ഡെക്കിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ അവൻ്റെ കാർഡ് ഇടാം. ഗൈസ് ഇതൊരു കളർ ചേഞ്ച് പ്ലസ് ടേക്ക് ഫ്രം ദി ഡെക്ക് കാർഡാണ്. കളർ ചേഞ്ച് 2 ഗൈസ് ഇവൻ എന്തോ പറ്റിയിരിക്കുകയാണ്. ഇവന്റെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ട്. വയലറ്റ് ആണ് ഇത്ര നേരം കളിച്ചോണ്ടിരുന്നത്, എന്നിട്ട് വീണ്ടും വയലറ്റ് വിളിച്ചിരിക്കുന്നു. പിങ്ക് ഉണ്ടാ കയ്യില്? ഗൈസ് കളർ ചേഞ്ച് ഗ്രീൻ വിളിച്ചിരിക്കുന്നു. അപ്പൊ ഇതിൽ അവൻ ഗ്രീൻ വിളിച്ചത് കാരണം ഇത് ഒരു കളർ ചേഞ്ച് പ്ലസ് ടേക്ക് ഫ്രം ദി ഡെക്കാണ്. അപ്പൊ നമ്മൾ ഈ ഡെക്കിലെന്ന് അവന് ഗ്രീൻ കിട്ടുന്നത് വരെ ഇവൻ എടുത്തു കൊടുക്കേണ്ടതാണ്. കാരണം അതാണ് ഈ കാർഡിന്റെ സ്പെഷ്യാലിറ്റി. ഗൈസ് അങ്ങനെ 2 കാർഡ് പോയിരിക്കുന്നു. അടുത്ത 3ാമത്തെ കാർഡ് പോയിരിക്കുന്നു. അടുത്ത 4ാമത്തെ കാർഡും പോയിരിക്കുന്നു. ഗൈസ് അല്ലുവിനെല്ലാം നല്ല കാർഡുകളാണ്. 5ാമത്തെ കാർഡ് ഗൈസ് അല്ലുവിന് കിട്ടിയിരിക്കുന്നു പച്ച. അപ്പം നമ്മൾ എടുക്കുന്നത് നിർത്തിയിരിക്കുന്നു. അങ്ങനെ ഗൈസ് വീണ്ടും കളി തുടരുന്നു. അപ്പോൾ ഗ്രീനാണ് വിളിച്ചത്. അപ്പോൾ അവൻ എടുത്തത് കാരണം അല്ലുവിൻ്റെ സ്കിപ്പായിരിക്കുന്നു. അങ്ങനെ വീണ്ടും അനുവാണ് ഇടേണ്ടത്. അപ്പോൾ അനു ഇട്ടിരിക്കുന്ന ഗൈസ് ഒരു +5 കാർഡ്. ഇതും +1 പോലെയാണ്. അപ്പം അല്ലു 5 കാർഡ് എടുക്കേണ്ടതാണ്. അവൻ്റെ കളിയും സ്കിപ്പാവുന്നതാണ്. 2 3 4 ഗൈസ് അങ്ങനെ അല്ലു 5 കാർഡ് എടുത്തിരിക്കുന്നു. കൊള്ളാൻ പറയണോടാ ഗൈസ്. ഇനി ബാക്കി അല്ലു ആണ് കളിക്കേണ്ടത്. ഇത് മാത്രമേ ഉള്ളൂ. ഗൈസ് റിവേഴ്സ് കാർഡ് ഇട്ടിരിക്കുന്നു. അടുത്ത അനുവാണ് ഇടേണ്ടത്. ഗൈസ് ഫോളോ അല്ല, സോറി ഗൈസ്. അങ്ങനെ ഈ ലാസ്റ്റ് കാർഡ് നമ്മൾ തിരിക്കുന്നു. ഗൈസ് അത് വീണ്ടും ഒരു റിവേഴ്സ് കാർഡാണ്. അപ്പോൾ അടുത്ത അനുവാണ് ഇടേണ്ടത്. ഗൈസ് അപ്പോൾ അനുവിന് ഒരു കാർഡേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവൻ അത് ഇട്ടിരിക്കുന്നു. അത് ആരും ശ്രദ്ധിച്ചില്ല, ഞാൻ പോലും ശ്രദ്ധിച്ചില്ല. അങ്ങനെ അവന് ഈ കളി ജയിച്ചിരിക്കുന്നു. ഇപ്പോൾ യൂണോ ഫ്ലിപ്പ് യൂണോ ഫ്ലിപ്പ് വിളിച്ചു കഴിഞ്ഞാൽ ഇവൻ യൂണോ കട്ട് വിളിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവൻ യൂണോ ഫ്ലിപ്പ് വിളിക്കുന്നതിന് മുന്നേ ഇവൻ യൂണോ കട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഇവൻ കളി തോക്കുന്നതായിരിക്കും. പിന്നെ 10 കാർഡ് ഇവ എടുക്കുന്നതായിരിക്കും. അങ്ങനെ ഗൈസ് ഈ വീഡിയോ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ കുറേ സമയമാകും. അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് വീഡിയോ എൻഡ് ചെയ്യുന്നതിന്. അപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോയുമായി കാണുന്നവരെ ബൈ.